ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന എല്ലാ മേഖലയ്ക്കകത്തും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എത്ര പേർ ഇന്ന് പകലിലും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. ഓരോ ദിവസവും ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം അനുഭവിക്കുന്നുണ്ട് വചനത്തിനകത്ത്. കാരണം ഓരോ വചനവും എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളെല്ലാം നമ്മളെ തന്നെ ഒന്ന് ഉത്സാഹിപ്പിക്കണം, നമ്മളെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. ഈ മെസ്സേജ് കേട്ടതിന് ശേഷം നിങ്ങൾ ആരും പിന്നെ ബൈബിൾ അടച്ചു വെക്കരുത്. ഈ വാക്യത്തെ നിങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അത്ഭുതങ്ങളായി വെളിപ്പെടുക തന്നെ ചെയ്യും. ഓരോ ദിവസത്തെ മെസ്സേജ് അനേകം പേർക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാ മഹത്വവും അറക്കപ്പെട്ട കുഞ്ഞാടിന് സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും യേശുവിന്റെ നാമത്തിൽ ഓരോ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അവൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന് 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അത് നിങ്ങൾ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക. അതിൽ 1-2 വാക്യങ്ങൾ അതിന്റെ 6-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ സുഗാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവ് ഉണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൈക്കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അവൻ അതൊരു ശമരിയക്കാരിയുമായിട്ടുള്ള സംഭാഷണമാണ്. അവൻ യേശുവിന്റെ നാമത്തിൽ സുഗാർ പട്ടണത്തിൽ യാക്കോബിന്റെ നിലത്തിനരികെ ഇരിക്കുമ്പോൾ യേശുവിന് ദാഹിച്ചു. അവൻ ഇന്ന് പകൽക്കാലം യേശുവിന് ദാഹിക്കുമ്പോൾ അവന് കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവജലം നിന്റെ കയ്യിലുണ്ടോ? അവൻ യേശുവിന്റെ നാമത്തിൽ അണ്ടകടാകത്തെ സൃഷ്ടിച്ച് അവൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശു ഇതാ ഒരു ശമരിയക്കാരത്തിലെ സ്ത്രീയുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഒരു യഹൂദനും ശമരിയയ്ക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ നീ എന്തുകൊണ്ട് എന്നോട് വെള്ളം ചോദിക്കുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ലല്ലോ. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കൊടുപ്പാൻ ചോദിക്കുന്ന വ്യക്തി ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഈ ചോദ്യം എന്നോട് ചോദിക്കത്തില്ല എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ആദ്യം പറഞ്ഞ നീ ഒരു യഹൂദനായിരിക്കെ, രണ്ടാമത് പറയുന്നു നീ ഒരു യജമാനനായിരിക്കെ, ഇവിടെ ഇതാ മൂന്നാമത് പറയുന്നു നീ അതിന്റെ 19-ാം വാക്യം നീ ഒരു പ്രവാചകനാണെന്ന്, നാലാമത് പറയുന്നു നീ ഒരു മശിഹയാണെന്ന്. ഹല്ലേലൂയ. 4 തലങ്ങളിൽ ശമരിയക്കാരത്തി സ്ത്രീയുടെ മുമ്പിൽ ആ യേശുവിനെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അവൻ യേശു 33 തിരുവയസ്സ് വരെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരാളോട് മാത്രമേയാണ് താൻ മശിഹ എന്ന് വെളിപ്പെടുത്തിയത്. അത് ഈ ശമരിയക്കാരത്തിയോടാണ്. ആ ശമരിയക്കാരത്തിക്ക് ഒരു കാര്യം മനസ്സിലായി, ആ മലയിലും ഈ മലയിലുമല്ല ദൈവം അവൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മശിഹയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൾ കാരണം ആ പട്ടണം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ആ ശമരിയക്കാരത്തി സ്ത്രീ കാരണം ആ പട്ടണത്തിൽ അനേകം പേർ യേശുവിനെ അംഗീകരിക്കുവാനിടയായി തീർന്നു. നിന്നിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ തലമുറയിലൂടെ അനേകം പേർക്ക് നീയും നിന്റെ കുടുംബവും ഒരു അത്ഭുതമായി മാറണം. അവൻ വെള്ളം ചോദിച്ചു വന്ന ശമരിയക്കാരത്തി സ്ത്രീയെ കൊണ്ട് തന്നെ ആ പട്ടണത്തിൽ യേശുവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ആ ശമരിയക്കാരത്തി സ്ത്രീ തന്റെ കയ്യിലിരുന്ന കുടം ഇട്ട് കളഞ്ഞിട്ട് അവൾ പട്ടണത്തിൽ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ രക്ഷകനെ കണ്ടെത്തിയിരിക്കുന്നു. ആ രക്ഷകനായ യേശുവിനെ ഇന്ന് പകൽക്കാലം നീ കണ്ടെത്തുമ്പോൾ അവിടെ തുടങ്ങുന്നു നിന്റെ അത്ഭുതത്തിന്റെ കലവറയുടെ ഓപ്പണിംഗ്. ആമേൻ. ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെയും എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God